PP ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആൾക്കാർക്കുണ്ടാവുന്ന മെഡിക്കൽ പരമായിട്ടുള്ള ചെറിയ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് PP ടോക്സിൻ്റെ വീഡിയോയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഏറ്റവും സാധാരണമായിട്ട് സംശയം വരുന്ന മറ്റൊരു ടെസ്റ്റാണ് കൾച്ചർ ടെസ്റ്റ് എന്നുള്ളത്. പല ആൾക്കാരും വന്നിട്ട് ചോദിക്കും, ഡോക്ടർ കൾച്ചർ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്താണ് കൾച്ചർ ടെസ്റ്റ്, എന്തിനാണ് കൾച്ചർ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എവിടെയെങ്കിലും പഴുപ്പുണ്ട് എന്നുള്ള സംശയത്തിലോ അല്ലെങ്കിൽ പഴുപ്പിൽ എന്ത് തരം അണുക്കളാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും സാധാരണമായിട്ട് ഒരുപക്ഷെ എല്ലാവരും ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ചെയ്തിട്ടുള്ള കൾച്ചർ എന്നുള്ളത് യൂറിൻ കൾച്ചർ ആയിരിക്കും. അതായത് മൂത്രത്തിൻ്റെ കൾച്ചർ ടെസ്റ്റ്. മൂത്രപ്പഴുപ്പായിട്ട് മൂത്രക്കടച്ചിലൊക്കെ ആയിട്ട് പോകുന്നു, മൂത്രം പരിശോധിക്കുമ്പോൾ അതിൽ പഴുപ്പ് കാണുന്നു. അപ്പോൾ ഡോക്ടർ പറയും യൂറിൻ്റെ ഒരു കൾച്ചർ കൂടി ചെയ്യണം എന്നുള്ളത്. എന്താണ് ഈ കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അറിയുന്നത് പോലെ അണുക്കളാണ് ഈ പഴുപ്പൊക്കെ ഉണ്ടാക്കുന്നത്. ഏറ്റവും സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാ ലാബിലും ചെയ്യാവുന്ന കൾച്ചർ എന്നുള്ളത് ബാക്ടീരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കൾച്ചറാണ്. വൈറസിൻ്റെ കൾച്ചർ എല്ലാ ലാബിലും ഒന്നും ചെയ്യുന്നതല്ല. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചില വൈറസിൻ്റെ ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി പൂനെ വൈറോളജി ലാബിലൊക്കെ അയച്ചു എന്നുള്ളത്. വൈറസിൻ്റെ കൾച്ചർ എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു ടെസ്റ്റല്ല. ബാക്ടീരിയൽ കൾച്ചറാണ് എല്ലാ ലാബിലും പൊതുവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാമ്പിൾ, അതായത് മൂത്രമാകട്ടെ, ചിലപ്പോൾ കഫമാകാം, ചിലപ്പോൾ ഏതെങ്കിലും മുറിവിൽ നിന്നുള്ള പഴുപ്പാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുരുവൊക്കെ പൊട്ടിച്ചിട്ടെടുത്തുള്ള പഴുപ്പാകാം, രക്തം ടെസ്റ്റ്, കൾച്ചർ ടെസ്റ്റ്, ഇതൊക്കെയാണ് പൊതുവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശേഖരിക്കുന്ന സാമ്പിൾ എടുത്തിട്ട് ആ ഏകദേശം എന്തൊക്കെ അണുക്കളാകാമെന്നുള്ളൊരു ഊഹം വെച്ചിട്ട് ആ ബാക്ടീരിയക്ക് വളരാനുള്ള ഒരു മീഡിയം, ആ ബാക്ടീരിയക്ക് വളരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ലാബിൽ ഒരുക്കി കൊടുക്കുന്നു. അതിൻ്റെ അടുത്ത മണിക്കൂറുകളിലും ദിവസങ്ങളിലും നമ്മൾ അതിൽ എന്തെങ്കിലും ബാക്ടീരിയ വളരുന്നുണ്ടോ എന്ന് നോക്കുകയും വളർച്ചയുണ്ടെങ്കിൽ അത് ഏത് തരം ബാക്ടീരിയ ആണ് എന്നുള്ളത് നമ്മൾ പല ടെസ്റ്റിലൂടെയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കൾച്ചർ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഏത് തരം ബാക്ടീരിയ ആണ് ഈ അണുബാധ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ കൾച്ചർ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്കൊരു ബാക്ടീരിയയുടെ വളർച്ച കിട്ടിക്കഴിഞ്ഞാൽ ആ ബാക്ടീരിയ ഏതൊക്കെ തരം ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാലാണ് പ്രതികരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് ആൻറ്റിബയോട്ടിക്കുകളോട് ബാക്ടീരിയ പ്രതികരിക്കാത്ത അവസ്ഥ കൂടി വരുന്നു, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടി വരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ആൾക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില ഇൻഫെക്ഷനുകളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയും. പക്ഷേ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ തുടർച്ചയായിട്ടുള്ള അണുബാധ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആദ്യമേ കിട്ടുന്ന അണുബാധ തന്നെ ചിലപ്പം റെസിസ്റ്റൻ്റ്, അതായത് ആ ഒരു ആൻറ്റിബയോട്ടിക്കിനോട് പ്രതികരിക്കാത്ത ബാക്ടീരിയ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ ഈ കൾച്ചർ ടെസ്റ്റ്, അതായത് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി എന്നാണ് പറയുക. കൾച്ചർ ചെയ്ത് ആ ബാക്ടീരിയ ഏതൊക്കെ ആൻറ്റിബയോട്ടിക്കിനോടാണ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്, ഇതിനോടൊക്കെയാണ് പ്രതികരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഈ സാമ്പിളൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബാക്ടീരിയയുടെ വളർച്ച കിട്ടാറില്ല. പല കാരണങ്ങൾ കൊണ്ടാകാം. ചിലപ്പോൾ ആ അടുത്തൊരു സാമ്പിളിൽ ആവശ്യത്തിനുള്ള ബാക്ടീരിയ ഉണ്ടായിട്ടുണ്ടാകില്ല, അല്ലായെങ്കിൽ ആ ഒരു വ്യക്തി നേരത്തെ തന്നെ ആൻറ്റിബയോട്ടിക് കഴിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ കൾച്ചർ നെഗറ്റീവ് അല്ലെങ്കിൽ കൾച്ചർ നോ ഗ്രോത്ത് എന്നുള്ള റിപ്പോർട്ടായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് കൾച്ചർ നോ ഗ്രോത്ത് എന്നുള്ള റിപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കതിൽ ആകെ പറയാൻ പറ്റുന്നത് ഈ ഒരു കൾച്ചറിൽ നമുക്ക് ആ ഒരു സാമ്പിളിൽ നിന്ന് നമുക്കൊരു ബാക്ടീരിയയെ വേർതിരിച്ചെടുത്താൻ കിട്ടിയില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്ന് കരുതി അതൊരു പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ പഴുപ്പുണ്ട്, ആ പഴുപ്പ് ഒരു അണുബാധ ഒരു ബാക്ടീരിയ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ ബാക്ടീരിയ ഏതാണ് എന്ന് നമുക്ക് ഈ കൾച്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരു പക്ഷേ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങിയ ആൻറ്റിബയോട്ടിക്കുകളോട് ഓൾറെഡി ആ രോഗി പ്രതികരിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ആ രോഗി അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ചികിത്സ കുറച്ചുകൂടി സങ്കീർണമാകും. കാരണം നമുക്കൊരു ബാക്ടീരിയനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് അല്ലാതെ വേറെ ഏത് ആൻറ്റിബയോട്ടിക് ആണെന്നുള്ളത് ആ രോഗിയുടെ മറ്റുള്ള അസുഖങ്ങളും ആ സമൂഹത്തിൽ മുമ്പ് കണ്ട ആ രോഗികളുടെ അവസ്ഥയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും നിശ്ചയിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു യൂറിൻ കൾച്ചർ എങ്ങനെയാണ്, അതായത് മൂത്രത്തിൻ്റെ കൾച്ചർ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് കാണിക്കാം. മറ്റുള്ള കൾച്ചറും ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കൾച്ചർ ആ ഒരു മൂത്രത്തിൻ്റെ സാമ്പിൾ എടുക്കുന്നു. അതിൽ നിന്നൊരു ചെറിയൊരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൾച്ചർ മീഡിയ എന്ന് പറയുന്നത് ആ ഒരു ബാക്ടീരിയക്ക് വളരാൻ ഉള്ള സാഹചര്യമില്ല ഡിഷിലോട്ട് നമ്മൾ ആ ബാക്ടീരിയ മാറ്റുന്നു. അതിനുശേഷം നമ്മളിതൊരു ഇൻക്യുബേറ്ററിൽ വെക്കുന്നു. അതായത് പ്രത്യേക ഒരു താപനിലയും മർദ്ദവും ഒക്കെ നിശ്ചയിച്ചിട്ട് അതിലോട്ട് ആ ഡിഷ് നമ്മൾ വെക്കുകയും തുടർന്ന് അങ്ങോട്ടൊക്കെയുള്ള ദിവസങ്ങളിൽ പൊതുവേ 48-72 മണിക്കൂറൊക്കെയാണ് മൂത്രത്തിൻ്റെ കൾച്ചർ നോക്കുക. എന്തെങ്കിലും ബാക്ടീരിയ വളരുന്നുണ്ടോ നോക്കും. ബാക്ടീരിയ വളരുമ്പോൾ നമുക്കവിടെ ചില ഇൻഡിക്കേറ്റർ, ചില നിറത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വീണ്ടും ഒരു സാമ്പിൾ ശേഖരിച്ചിട്ട്
മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് ഏത് തരത്തിലുള്ള ആകൃതിയിലുള്ള ബാക്ടീരിയ ആണ് നോക്കുകയും ചില പ്രത്യേക ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഇന്ന ബാക്ടീരിയ ആണ് എന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ആ ബാക്ടീരിയനെ മറ്റൊരു ഡിഷിലോട്ട് മാറ്റി നേരത്തെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ സ്ഥാപിച്ചിട്ടുള്ള ഡിസ്കിലോട്ട് മാറ്റി ആ ബാക്ടീരിയനെ വളരാൻ അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ ബാക്ടീരിയ ആ ഒരു ആൻറ്റിബയോട്ടിക്കിലൂടെ വളർന്നു വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം ആ ആൻറ്റിബയോട്ടിക്കിനോട് പ്രതികരിക്കുന്ന ബാക്ടീരിയ അല്ല. മറിച്ച് ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ അരികിലൂടെ ആ ബാക്ടീരിയ വളരുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ഈ ആൻറ്റിബയോട്ടിക് ഈ ബാക്ടീരിയനെ നശിപ്പിക്കുന്ന തരം ആൻറ്റിബയോട്ടിക് ആണെന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് നമ്മളൊരു കൾച്ചർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏത് തരം ബാക്ടീരിയ ആണ് മനസ്സിലാക്കുകയും ബാക്ടീരിയ ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഏത് തരം ആൻറ്റിബയോട്ടിക്കുകളോടാണ് പ്രതികരിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുക എന്നൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ കൾച്ചർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൾച്ചറൽ ടെസ്റ്റിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കൾച്ചറിൽ അണുബാധയുണ്ട് അല്ലെങ്കിൽ അണുബാധ കിട്ടിയില്ല, അണുക്കളെ കിട്ടിയില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അണുക്കളെ കിട്ടാത്തത് ആ ഒരു ചികിത്സയെ അല്പം സങ്കീർണമാക്കാനൊക്കെ ഉള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു കൾച്ചർ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ചെറിയ സംശയം മാറി കിട്ടിയെന്ന് ധരിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലോട്ട് വരിക. കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ആ സംശയം ദൂരീകരിക്കാം. എല്ലാവർക്കും PP ടോക്സിൻ്റെ ഗുഡ് ബൈ.